നമസ്കാരം. നമസ്കാരം. ഞാൻ നുസ്രത്ത് ജഹാൻ. ഇന്നൊരു പ്രത്യേക സന്തോഷ വാർത്ത നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും എന്നെ സ്നേഹിക്കുന്നവരോടും പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു പദവി എന്നെ തേടിയെത്തി. അതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി എന്നെ അപ്പോയിന്റ് ചെയ്തു. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് ലോകത്തിലെ ഏത് ഭാഗത്തുമുള്ള ഹ്യൂമൻ റൈറ്റിനെ ശബ്ദിക്കാം എന്ന് ഞാൻ എൻ്റെ ജോലിയോടൊപ്പം തന്നെ കൊണ്ടുവന്ന ഒരു സംഗതിയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി സഹായം എത്തിക്കാനുള്ള ഒരുപാട് രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ എത്തുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ട് സാധിച്ചു. അതുപോലെ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റും രാംദാസ് അഠാവാലേക്കും എന്നെ എപ്പോഴും ഉയർത്തിക്കൊണ്ട് വന്നവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഒപ്പം എന്നെ കൈപിടിച്ച് ഓരോ സ്ഥലത്തും ഇന്നത് ചെയ്യുന്നു പറഞ്ഞ് എത്തിച്ച് എന്നെ കേരളത്തിലെ ഇലക്ഷൻ തൊട്ട് ഡൽഹിയിലെ ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ ഒരു റാണിയായി വാഴാൻ, അതുപോലെ ഇപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ എത്തിക്കാൻ ഏറ്റവും അധികം പ്രയത്നിച്ച ഡോക്ടർ രാജീവ് മേനൻ, എന്റെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് എത്ര നന്ദി അറിയിച്ചാലും മതിയാവില്ല. ഒരുപാട് പ്രാർത്ഥനകളോടെ. താങ്ക് യു. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ അന്താരാഷ്ട്ര പ്രസിഡന്റായി ഡോക്ടർ നുസ്രത്ത് ജഹാൻ നിയമിതനായിരിക്കുകയാണ്. 2 പതിറ്റാണ്ടോളമായി മനുഷ്യാവകാശ സംഘടനയുടെ ദേശീയ തലത്തിൽ തന്നെ ശബ്ദമായി നുസ്രത്ത് ജഹാൻ മാറി. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റും മനുഷ്യാവകാശ ഉപദേഷ്ടാവുമായി സേവനം അനുഷ്ഠിച്ചു വരുന്നതിനിടയിലാണ് സംഭവം. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റും മനുഷ്യാവകാശ ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിച്ചു വരുന്നതിനിടയിലാണ് പുതിയൊരു നിയമനം, പുതിയൊരു നിർണായക പദവി നുസ്രത്ത് ജഹാനെ തേടിയെത്തിയിരിക്കുന്നത്. EK മുഹമ്മദ്, കോഴിക്കോട് KP നഫീസ എന്നിവരുടെ മകളാണ് നുസ്രത്ത്. ദില്ലിയിലെ NDA നേതാവും റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. പ്രവാസി പ്രശ്നങ്ങളും ന്യൂനപക്ഷ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നതായിരുന്നു കൂടുതൽ ലക്ഷ്യമിട്ടിരുന്നത്. എല്ലായ്പ്പോഴും സജീവവും പ്രചോദനവുമായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ നുസ്രത്ത് ജഹാന്റേത്. പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനുമായി നിരവധി അറബ് രാജ്യങ്ങൾ നുസ്രത്ത് ജഹാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഹിന്ദു മതത്തെയും അതോടൊപ്പം തന്നെ സനാതന ധർമ്മത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലും, എന്നാൽ ഒട്ടനവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിന് വേണ്ട വ്യക്തമായ ഒരു പരിഹാരം കാണുന്നതിനും ഒരു നിർണായക പങ്ക് നുസ്രത്ത് ജഹാൻ വഹിച്ചിട്ടുണ്ട്. സനാതന ധർമ്മത്തെ വിശ്വസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് നുസ്രത്ത് ജഹാൻ പറഞ്ഞിരുന്നു, ഞാനും ഹിന്ദുവാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. എൻ്റെ മുന്നിൽ രാജ്യമില്ല, സമുദായമില്ല, ഒരു വ്യക്തിയുടെ സംസ്കാരമാണ് ഹിന്ദുത്വം. അതിൽ മതമില്ല. എന്നാൽ ബാക്കി മതങ്ങൾ പറയുന്നത് നേരെ തിരിച്ചാണ്. ഇന്ന് ഭാരതം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ എത്തിയെങ്കിൽ അത് മോദിയുടെ നേട്ടം തന്നെയാണ്. എന്തായാലും നുസ്രത്ത് ജഹാന്റെ പദവി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.